എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം, ഇനിയുള്ള ദിവസങ്ങൾ ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും ലഹരി പിടിച്ച ദിവസങ്ങളാണ്. പ്രധാനമായി എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും, നിങ്ങൾ ഈ ആഘോഷനാളുകൾ ആഘോഷമായി തന്നെ ഓരോ ദിവസങ്ങളും നിങ്ങൾ ഉപയോഗിക്കണം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, ഏറ്റവും വലിയ അപകടം പതിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ പുറത്താണ്. റോഡിൽ നടന്നു പോകുന്ന വാക്ക് വേ, അവിടെ സ്ലാബുകളില്ലാതെ പലരും അതിനുള്ളിൽ വീഴാറുണ്ട്. സെക്കൻഡ്, ഒരു ബൈക്കിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പര്യാപ്തമായ റോഡുകളല്ല ഇന്നത്തെ അധികാരികൾ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഏറ്റവും ഗുണം വരുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലിനും മരുന്ന് കമ്പനിക്കാർക്കും ഒക്കെയാണ് ഗുണം ലഭിക്കുക. നഷ്ടമാർക്കാണ്? പേരൻസിന്, അവരുടെ മക്കളെയും. സോ പ്ലീസ്, ദയവ് ചെയ്ത് കുട്ടികളോട് എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾ ഈ ഇടയ്ക്ക് ഒരു 5 വിദ്യാർത്ഥികൾ മരിച്ചതറിയുമല്ലോ കാർ അപകടത്തിൽ. അത് മാതാപിതാക്കളുടെ തെറ്റല്ല. മാതാപിതാക്കൾ അവരുടെ കടമ ചെയ്തു. ആ മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടാണ് അവർ പഠിപ്പിച്ചത്. അവരെന്ത് ബുദ്ധിമുട്ടെടുക്കുന്നു. ലോൺ എടുത്തിരിക്കാം, ബാങ്കിൽ നിന്ന് പല ഭാഗത്തു നിന്നും മക്കളെ ഡോക്ടറാക്കണമോ, അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ആക്കണമോ, അല്ലെങ്കിൽ IAS IPS ആക്കണമെന്നുള്ള മോഹങ്ങൾ കൊണ്ട്, ആഗ്രഹങ്ങൾ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അതിലേക്ക് ശകലമെങ്കിലും ഒരു മനസാക്ഷിയ കുഞ്ഞുങ്ങൾ പേരൻസിനോടും കാണിക്കണം. അന്ന് കേവലം ഒരു തിയേറ്ററിൽ പോയി അവിടെ കാണുന്ന ആ കലാശക്കൊട്ടകൾ, ആ സ്വരവും ആ സൗണ്ടും ഒരു ഇതൊക്കെ കാണാൻ വേണ്ടി കാലാവസ്ഥയെ പോലും റെസ്പെക്റ്റ് ചെയ്യാതെ ഒരു വണ്ടി ഹയർ ചെയ്ത് അതിൽ പോണ വഴിക്ക് അവർ ആ ജീവിതം നഷ്ടപ്പെടുകയാണ്. അവരങ്ങ് പോയി. പക്ഷെ അവർ ബാക്കി വെച്ച വേദനകൾ ആർക്കും സഹിക്കാൻ പറ്റിയില്ല. ഈ സ്വയം സുരക്ഷിതമല്ലാത്ത ഇവർ നാളെ ഡോക്ടേഴ്സായാലും 100% ഇവർക്ക് മറ്റുള്ളവരുടെ സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റില്ല. ക്ഷമിക്കണം പേരൻസ്, ഈ വീഡിയോ കാണുമെങ്കിൽ ക്ഷമിക്കണം. ഇവർ യഥാർത്ഥത്തിൽ ഡോക്ടർ ആകാൻ അർഹത ഉള്ളവരല്ലായിരുന്നു ആരും തന്നെ. ആ പോയ കൂട്ടത്തിൽ ഒരു കുട്ടിയെങ്കിലും കാലാവസ്ഥ ശരിയല്ല, നമുക്കൊന്ന് മാറ്റി വെച്ചുകൂടെ? ഇല്ല. അത് സ്പിരിറ്റായി. 1 വർഷം കഴിഞ്ഞ് സ്പിരിറ്റായി. അവസാനം സമ്മാനിച്ചെന്താണ്? ആ പ്രാക്ടീസിടുന്ന ആ കോട്ട്, ഡോക്ടേഴ്സിൻ്റെ വൈറ്റ് കോട്ട്, ഒരു തള്ള കയ്യിൽ കയറിയിരിക്കുന്ന ഫോട്ടോ കാണാൻ വഴിയായി. വളരെ ദുഃഖം തോന്നി. സോ പ്ലീസ്, ഈ ഉത്സവ നാളുകളിൽ പല ഭാഗത്തു നിന്നും ലീവിനും വെക്കേഷനൊക്കെ എത്തുന്ന കുട്ടികളുണ്ട്. അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 6 മണി കഴിഞ്ഞാൽ 2 വീലർ ഉപയോഗിക്കാതിരിക്കുക. ഒന്ന്, ഇനി പകലാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന 2 വീലറിൽ മറ്റൊരു സുഹൃത്തിനെ കയറ്റാതിരിക്കുക. മറ്റൊരു സുഹൃത്തിൻ്റെ വെഹിക്കിൾ നിങ്ങളും കയറാതിരിക്കുക. കാരണം ഓരോ അടികളും ബോംബാണ്. ബോംബെന്ന് ദാറ്റ് മീൻസ് കുഴികൾ. ഇവിടെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള കുഴികൾ, അതായത് കുഴി ബോംബുകളെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിലാര് വീണാലും, ആരുടെ എന്താ പറയുക, കയ്യോ കാലോ ഒടിഞ്ഞാലും, അവരുടെ ഹെഡ് ഇഞ്ചുറി ആയാലും അധികാരികൾക്കൊരു കുഴപ്പമില്ല. ദേ ആർ ഓക്കെ. അവർ പോണത് അവരുടെ എസ്കാണ് വെച്ച് അവരങ്ങ് പൊക്കോളും. പോണ വഴിക്ക് അവനെ ഇടിച്ചിട്ടുണ്ടോ അവർ പൊക്കോളും. ദാറ്റ് ഈസ് ആ കാലമായിരിക്കുകയാണ്. എനിക്കിപ്പോൾ ദുഃഖം തോന്നുന്നു. ക്യാപ്റ്റൻ കൃഷ്ണൻ നായരെന്ന് തോന്നുന്നു, അദ്ദേഹമാണ് ഇതിന് പേരിട്ടത്. ഗാഡ്സ് ഓൺ കൺട്രി എന്നുള്ളൊരു ഭാവനായിരുന്നു. പാവം. അതേപോലെ സ്വർഗത്തിൽ നിന്ന് ആലോചിക്കാതിരിക്കും, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി. ഇപ്പോൾ പറയുന്നത് ഗാഡ്സ് ഓൺ ഗോഡ്, എന്താ ഡബിൾ ഓൺ കൺട്രി എന്ന് പറയുന്നതായിരിക്കും എൻ്റെ ശരിയായ വേണ്ടി. അപ്പോൾ അതാണ്. 6 മണി കഴിഞ്ഞാൽ കഴിഞ്ഞതും പേരൻസ് കുട്ടികളോട് ഉപദേശിക്കുക, പുറത്തിറങ്ങാതിരിക്കുക. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്ട്രീറ്റ് ഭരിക്കുന്നതെല്ലാം ഡ്രഗ്സ് മാഫിയകളാണ്, മയക്കുമരുന്ന് മാഫിയകളാണ്. ഈവൻ പോലീസുകാർക്ക് വരെ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വയ്യാത്ത സാഹചര്യമാണ്. അവരെയും തല്ലാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എവിടെയാണ് സുരക്ഷിതം ഉണ്ടാകുക?
സോ ദയവ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന പേരൻസിനെ നിങ്ങൾ കണ്ണുനീർ താഴ്ത്തരുത്. പ്ലീസ്, നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യം, നിങ്ങളുടെ പേരൻസ് ഏൽപ്പിച്ച ആ ഒരു ദൗത്യം നിങ്ങൾ സാധീകരിക്കുക. നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് നിങ്ങളുടെ ഭാവി നിങ്ങൾ സുരക്ഷിതമാക്കുക. അല്ലാതെ നീന്താൻ അറിയാതെ ജലാശയത്തിൽ ചാടുകയും ശരിക്കും ഡ്രൈവ് ചെയ്യാൻ അറിയാതെ വണ്ടി ഓടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അപകടം നിങ്ങളുടെ മുന്നിൽ തന്നെ. അപകടം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരിക്കലും നിങ്ങളുടെ ആ ശരീരം, നിങ്ങളുടെ ആരോഗ്യ ശരീരം അത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു മൃതശരീരമായി ആംബുലൻസ് വീട്ടുമുറ്റത്തിൽ വരാനുള്ള ചാൻസ് ദയവ് ചെയ്ത് നിങ്ങൾ ആർക്കും കൊടുക്കാതിരിക്കുക. പ്ലീസ്, നിങ്ങൾക്ക് സന്തോഷിക്കാൻ എല്ലാത്തിനും ഒത്തിരി സമയം കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങളുടെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങളത് ചെയ്യുക, അത് കംപ്ലീറ്റ് ആക്കുക. അത് കഴിഞ്ഞാൽ യു ക്യാൻ എൻജോയ് യുവർ ലൈഫ്. അതാണ് ഏറ്റവും നമുക്ക് ആവശ്യം വേണ്ടത്. അതുപോലെ തന്നെ പലരും നമ്മൾ ഈ പത്രത്തിൽ വായിക്കാറുണ്ടായി, എൻട്രൻസിൻ്റെ പേരും പറഞ്ഞ ഒരു കുട്ടികൾ ബോർഡിങ്ങിനും പലയിടത്തേക്ക് താമസിക്കുന്നുണ്ട്. അവരും വളരെ ശ്രദ്ധിക്കണം. എൻട്രൻസിന് ഒത്തിരി കൂട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. ബട്ട് ഈ പരിധി വിട്ടുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ പഠിത്തത്തെ അതിനെ നശിപ്പിച്ച് കളയും. സോ പ്ലീസ്, ദയവ് ചെയ്ത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മൂലം ഒരു ദുഃഖം സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. അത് നിങ്ങളുടെ നാട്ടിനും നിങ്ങളുടെ ബന്ധുക്കൾക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഒരു തീരാനഷ്ടമായി പോകും. വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ സമയം വിനിയോഗിക്കണം. കാരണം ഈ ഗുണ്ടായിത്തരവും കല്ലെറിയും ബഹളവും ഒച്ചപ്പാടും കാണിച്ച് അതൊരു ക്വാളിഫിക്കേഷനായി കാണുന്നവരും കുറച്ചുണ്ട്. അവരിൽ നിന്നും വരുന്നുണ്ട്, ഡോക്ടർമാരും വക്കീലന്മാരും ഒക്കെ വരുന്നുണ്ട്. ഈ വക്കീലന്മാരാണ് നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത്. ഞാൻ എല്ലാ വക്കീലന്മാരെയും ഞാൻ പറയില്ല. ഒരു ചില വക്കീലന്മാർ അവർ കാത്തിരിക്കുകയാണ്, ഇവനെ കൊന്നാലും എന്ത് ക്രിമിനൽ കാണിച്ചാലും അവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ തരികിട പരിപാടികളും ഈ പർട്ടിക്കുലർ വക്കീലന്മാർ കാണിക്കാറുണ്ട്. അവർക്കൊരു ചാകരയാണ്. സോ ഇവരിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെട്ടിരിക്കണമെങ്കിൽ കഴിയുന്നതും നിങ്ങളുടെ പഠിത്തം മാത്രം നോക്കുക. നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ സുഹൃത്ത് എന്നാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നെ, നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ. മറ്റാരും നിങ്ങൾക്ക് നല്ലത് പറഞ്ഞ് തരില്ല. ഒരു പക്ഷേ ഉണ്ടാകും നല്ലത് പറഞ്ഞു തരുന്നവർ. ഇനിയിപ്പോൾ ഇതാണ്, ആൾക്കാർ പറയും ക്രിസ്മസാണ് നമുക്ക് ധ്യാനിക്കാം, പള്ളികളിൽ പോകാം, ഇലുമനെ കണ്ടോളും. ബട്ട് അതിനൊരു ലിമിറ്റ് വയ്ക്കുക, ഒരു കണ്ടീഷൻസ് വയ്ക്കുക. കഴിയുന്നതും നിങ്ങളൊക്കെ വീട്ടിൽ വെക്കേഷൻ എത്തുന്നത് ആഘോഷനാളുകൾക്കാണല്ലോ, അത് കഴിഞ്ഞത് പേരൻസുമായിട്ട് ആഘോഷിക്കുക. നിങ്ങൾക്ക് പേരൻസുമായിട്ട് കിട്ടുന്ന സമയത്ത് വളരെ വളരെ തുച്ഛമാണ്. നിങ്ങളൊരു 15-16 വയസ്സും നിങ്ങൾ കോളേജിൽ പോകണം, പിന്നെ അത് ഹോസ്റ്റലിൽ പോകണം, മാറിപ്പോകണം. പിന്നെ നിങ്ങൾ പഠിത്തമെല്ലാം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചെത്തുന്നത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ്. അപ്പോഴത്തേക്കും പേരൻസിൻ്റെ ഏതാണ്ട് അവരൊക്കെ ക്ഷീണിച്ച് അവരേതാണ്ട് പെൻഷൻ പ്രായമായി കഴിയും. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട സപ്പോർട്ട് പേരൻസിനാണ്. സോ നിങ്ങളുടെ ഭാരിച്ച ഒരു ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളിലുണ്ട്. നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങൾ മൂലം അവർക്ക് ദുഃഖം ഉണ്ടാക്കാതിരിക്കണം. 5 പേര് ഇപ്പോൾ നത്തിങ് ഒരാളൂടെ മരിച്ചു. ദയവേത് ആ കുടുംബത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ടോ? അവരൊന്നും അവരുടെ പേരൻസിനെ റെസ്പെക്റ്റ് ചെയ്തവർ അല്ല. ഞാൻ തീർത്ത് പറയുന്നു. അങ്ങനെ റെസ്പെക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടികൾ ചോദിക്കുകയാണ്, അച്ഛാ അമ്മ ഞാൻ അങ്ങനെ പൊക്കോട്ടെ. അപ്പോൾ എന്താ പറയുക, അപ്പോനെ പൊക്കോണ്ടേ സൂക്ഷിക്കണേ, അവിടെ മഴക്കോടുണ്ടോ, പോണത് കുഴിയിലാണോ, ഈ മൈൻ ബോംബ് കുഴിബാമ്പുകൾ വെച്ചിരിക്കുന്നതിൽ കൂടെയാണ് വാഹനം ഓടിച്ചു പോകണമെന്ന് ഇവർക്കൊന്നും അറിയില്ല. കാര്യം അവർ ഡോക്ടേഴ്സല്ലേ. Because first doctors have to learn how to save their life. Then only they can save others' life. ഇത് അവർക്ക് പറ്റാതായിപ്പോയി. അവരുടെ ലൈഫ് അവർക്ക് സേവ് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയായിപ്പോയി. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഇവർ ഡോക്ടേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് മറ്റുള്ളവരുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ അതായിരിക്കാം. ഞാൻ അവരെ ശപിക്കുകയില്ല, നടന്ന സംഭവം പറയാണ്. സോ പ്ലീസ്, ഇനിയെങ്കിലും നിങ്ങളെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നവരെങ്കിലും പ്ലീസ് അനാവശ്യമായിട്ടുള്ള ബൈക്ക് റൈഡും സുഹൃത്തുക്കളെ പുറക്കിരുത്തിയുള്ള യാത്ര ഒന്നും വേണ്ട. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ 2 കുടുംബങ്ങൾ
തകർന്നു പോവുകയാണ്. ഇത് ഒരാൾക്ക് അപകടം പറ്റുക ഒരു കുടുംബത്തിന് എൻ്റെ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ ഉല്ലാസയാത്രയൊക്കെ എല്ലാം പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം നിങ്ങൾ പഠിത്തം കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കൂടുതൽ മെച്യൂരിറ്റി ആകും. അത് നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായത്തരം അന്ന് കാണിക്കില്ല. ഓക്കെ, വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് നല്ലൊരു ക്രിസ്മസും നല്ലൊരു ന്യൂ ഇയറും നല്ല രീതിയിൽ പര്യവസാനിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളതിനോട് ശ്രമിക്കുക. സോ പ്ലീസ് എല്ലാം മറന്ന് നല്ലൊരു ഒരു ഹോളിഡേക്ക് തയ്യാറെടുക്കുക. പേരൻസും കുട്ടികളുമായിട്ടുള്ളൊരു ഹോളിഡേസ് ആയിരിക്കണം. കാണാം വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ മരിച്ചുപോയി അവരെ ഒത്തിരി വിമർശിച്ചു, ഞാൻ വിമർശിച്ചു, സത്യമാണ്, ഇനിയും വിമർശിക്കും. ഇങ്ങനെ ആര് വൃത്തികേട് കാണിച്ചാലും ഞാൻ വിമർശിക്കും. കാരണം നമുക്കൊരു സുരക്ഷിതം ആരും തരിയില്ല. നമുക്ക് സുരക്ഷിതം തരേണ്ടവർ നമ്മളെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. അവരാണ് ഈ മെയിനെല്ലാം അവിടെ ഇതെല്ലാം പാക്കി വെച്ചേക്കുന്ന മൈൻസ്. ഈ നമ്മുടെ ഈ അതിർത്തിയിലാണ് മൈൻ ഉള്ളത്, ഈ നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി. ഇപ്പം മൈൻ നമ്മുടെ അധികാരികളെ നമുക്ക് മൈൻ ഉണ്ടാക്കി തരികയാണ്, കുഴിബോംബുകൾ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക, അവിടെ കുഴിബോംബ് എന്ന കുഴികളുണ്ട്. നമ്മുടെ ജീവിതത്തെ നമ്മൾ സുരക്ഷിതമാക്കുക. ഓക്കെ, കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.